കണ്ണൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി നരോദ് ദിലീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ 9 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2008 കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? 2008 ഓഗസ്റ്റ് 24 രാത്രി 8:30യോടെയാണ് ദിലീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കൊക്കെ കണ്ണൂരിൽ വഴിവെച്ചിരുന്നു. 9 പ്രതികളെയാണ് അന്വേഷണ സംഘം ഇതുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ഇവർ. പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരായിരുന്നു കേസിലെ പ്രതികൾ. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇവരെ എല്ലാവരെയും ശിക്ഷിച്ചിരുന്നു. 14 വർഷത്തേക്കായിരുന്നു ഇവരെ എല്ലാവരും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഹൈക്കോടതി ആ ശിക്ഷ റദ്ദു ചെയ്തിരിക്കുകയാണ്. 9 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. അതിന്റെ മെറിറ്റ് എന്താണെന്നുള്ള കാര്യത്തിൽ ഉത്തരവ് പുറത്തു വന്ന ശേഷമായിരിക്കും വ്യക്തമാകുക. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ 9 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ തർക്കത്തെ തുടർന്നായിരുന്നു ആ കൊലപാതകം ഉണ്ടായത്. അതിലിപ്പോൾ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ, അതായത് വെറുതെ വിട്ട വിധിയുടെ വിശദാംശങ്ങൾ വൈകിട്ടോടുകൂടി പുറത്തുവരും. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.